കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഒരു ചെടിക്ക് വെള്ളം നൽകിയാൽ അത് ഉടൻ വൃക്ഷമാകില്ല. അതുപോലെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്കും സമയം ആവശ്യമാണ്. ക്ഷമയോടെ പരിശ്രമിക്കുകയും ശരിയായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്താൽ ഇന്ന് നട്ട വിത്തുകൾ നാളെ വലിയൊരു വൃക്ഷമായി തണലേകും. ഇന്നത്തെ നല്ല തീരുമാനങ്ങളാണ് നാളത്തെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്നീ പരിപാടിയിൽ തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ അമൃത VS-ഉമായുള്ള അഭിമുഖം, വിളപരിപാലനം, കമ്പോള വില നിലവാരം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണ് പരിശോധനയ്ക്കായി ഏകദേശം എത്ര ആഴത്തിൽ സാമ്പിൾ എടുക്കണം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ. വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് കൃഷിച്ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പാറിപ്പറന്ന് പൂന്തേൻ ശേഖരിച്ച് മനുഷ്യന് മധുരമുള്ള തേൻ സമ്മാനിക്കുന്ന കുഞ്ഞു ജീവികളാണ് തേനീച്ചകൾ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രകൃതിയിലും കാർഷിക മേഖലയിലും തേനീച്ചകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. തേൻ മാത്രമല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാർഷിക വിളകളുടെ ഉൽപാദനത്തിനും തേനീച്ചകൾ നിർണായക പങ്കുവഹിക്കുന്നു. പരിശീലനവും ശാസ്ത്രീയ പരിചരണവും വിപണന സംവിധാനവും ലഭിച്ചാൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും തേനീച്ച കൃഷി ഒരു മികച്ച സ്വയം തൊഴിൽ മേഖലയാക്കി മാറ്റാം. ഇന്ന് ഈ പരിപാടിയിൽ തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അമൃത VS-ഉമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ അമൃത, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ അമൃത, നമ്മുടെ വിളകളിൽ എന്തായാലും കീടങ്ങളും രോഗങ്ങളും വരാറുണ്ട്. കർഷകർക്ക് ഇതൊരു പ്രതിസന്ധി ആവാറുണ്ട്. ഇതേമാതിരിയാണോ തേനീച്ച കൃഷിയിലും? ഇതിലും കീടങ്ങളും രോഗങ്ങളും കാണാറുണ്ടോ? തീർച്ചയായും ഇതിലും കീടങ്ങളും രോഗങ്ങളുമുണ്ട്. ഇന്നത്തെ കാലത്ത് കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈറസ് രോഗം, അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ച് വരുന്ന ബാക്ടീരിയൽ രോഗവുമാണ്. അപ്പം ഇതിനായിട്ട് കർഷകർ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നല്ലൊരു കോളനി തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുഴു അറയിലുള്ള അട എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. അതായത് ആരോഗ്യമുള്ള ഒരു അട എങ്ങനെയാണെന്ന്. അപ്പം അതിൻ്റെ മുകളിൽ ഒരു 2 ലെയർ കുറച്ച് തേൻ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ താഴെയോട്ട് പൂമ്പൊടി. അതിനുശേഷം റാണി ഈച്ച മുട്ടയിടുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കും. അതായത് റാൻഡമായിട്ട് അവിടെ ഇവിടെയായിട്ട് ആയിരിക്കത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ സമാധിദശയും നമുക്ക് യൂണിഫോമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നല്ല ആരോഗ്യമുള്ളൊരു കൂടിൽ നമ്മൾ കാണുന്നത്. പിന്നെ ആ പുഴുവിൻ്റെ നിറം ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ക്രീമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു കളറ്, പിന്നെ നല്ല ഷേപ്പിലുള്ള പുഴു. ഇതൊക്കെയാണ് ആരോഗ്യവാൻ ആയിട്ടുള്ള ഒരു പുഴു എന്ന് പറയുന്നത്. അതേസമയം സമാധിദശയാകുമ്പോൾ നമ്മുടെ വേലക്കാരി ഈച്ച ഒരു നേർമയുള്ള മെഴുക് പാട കൊണ്ട് ഇത് അതിൻ്റെ ആ സെല്ല് അല്ലെങ്കിൽ അറ അടയ്ക്കുന്നതായിട്ടും കാണാം. ഇനി
നമുക്ക് അസുഖങ്ങളിലേക്ക് വരുവാണെങ്കിൽ വൈറസ് രോഗമാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയ രോഗവുമുണ്ട്. വൈറസ് രോഗം 90കളുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ തേനീച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ 95% കോളനികൾ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം അന്ന് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈറസ് രോഗത്തിൻ്റെ പേര് തായ് സാക്ക് ബ്രൂഡ് വൈറസ് എന്നാണ്. കാരണം തായ്ലൻഡിലാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും തേനീച്ചയുടെ പുഴുദശേനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുഴുവിനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ചാക്ക് പോലെ വീർത്ത് അത് പുറത്തോട്ട് തള്ളി വരുന്നതായിട്ട് കാണാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുഴു ഉണങ്ങി ശൽക്കങ്ങളായിട്ട് മാറുകയും ആ ശൽക്കങ്ങൾ നമുക്ക് അവിടെ തറയിൽ അതിൻ്റെ അടിപ്പലകയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അന്ന് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള സിംറ്റംസ് ഇപ്പോഴും ഉണ്ട്. അത് തന്നെ തൈസാക്ക് ബ്രൂഡ് വൈറസിന് ചിലപ്പോൾ ചാക്ക് പോലെ വീർത്തിരിക്കണം എന്നില്ല. സമാധി ദിശയിലുള്ള പുഴുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ അങ്ങനെ കാണാൻ പറ്റും. സമാധി ദിശയിൽ സാധാരണയായിട്ട് മെഴുക് പാളി കൊണ്ട് അടഞ്ഞിരിക്കേണ്ടതിന് പകരം ഇത് തുറന്നിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അതാണ് കർഷകർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ മാഡം സൂചിപ്പിച്ച മാതിരി തൈസാക്ക് വൈറസ് ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഇതിൻ്റെ ഒരു സോഴ്സ് എന്തുവാണ്? എല്ലാത്തിനും നമുക്കറിയാം ഒരു പാത്വേ ഉണ്ട് അല്ലേ. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തൈസാക്ക് ഐലൻഡിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ പ്രോപ്പറായിട്ടൊരു ക്വാറന്റൈൻ മെഷേഴ്സ് ഒന്നും പാലിക്കാതെ വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ തേനീച്ചയെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്പീഷീസ് ഈച്ചയിലുള്ളതും ചിലപ്പോൾ ഭാവിയിലോട്ട് മാറി വേറൊരു സ്പീഷീസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് എപ്പിസ് മെല്ലിഫറയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എപ്പിസെറാനിലോട്ട് വരിക, അതിനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നോർത്തിലോട്ടൊക്കെയാണ് ആദ്യം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഗ്രാജുവലായിട്ട് നമ്മുടെ കേരളത്തിലും വരികയായിരുന്നു. ഇതിൻ്റെ പടരുന്ന രീതി എന്തുവാണ്? ഒരു പ്രാവശ്യം ഒരു തേനീച്ചക്കൂടിൽ ഈ ഒരു രോഗം കണ്ടാൽ മറ്റേ കൂടിലോട്ട് ഇത് പോവാൻ വേണ്ടി നമുക്കതിനെ തടയാൻ പറ്റുമോ? തീർച്ചയായിട്ടും തടയാൻ പറ്റും. അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യമില്ലാത്ത ഒരു കോളനിയെ കണ്ടാൽ ആ കർഷകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിനെ തുടർന്ന് തന്നെ അവർ അതിൻ്റെ തുടർ നടപടികൾ എടുക്കണം. അതായത് അങ്ങനെയുള്ള കോളനി, ഇപ്പം നമുക്കൊരു 50 കോളനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കർഷകന് 1 or 2 കൂടിലാണ് അത് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കൂടുകൾ ബാക്കിയുള്ള കൂടുകളിൽ നിന്ന് മാറ്റി വെക്കുക. പിന്നെ ഇങ്ങനെ രോഗമുള്ള കൂടുകൾ നമ്മൾ കൈകാര്യം ചെയ്തതിന് ശേഷം കൈ നല്ല രീതിയിൽ അണുവിമുക്തമാക്കാതെ നമ്മുടെ കൈ മാത്രമല്ല ഈ തേനീച്ച വളർത്തലിനായിട്ട് ഉപയോഗിക്കുന്ന അനുസാരികൾ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സും നമ്മൾ അണുവിമുക്തമാക്കണം. അല്ലെങ്കിൽ ഇത് പടരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബാക്ടീരിയ രോഗമാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തേനീച്ച കർഷകർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് ആണ്. അപ്പോൾ അതായത് ആദ്യം കാസർഗോഡ് വെക്കും, അത് കഴിഞ്ഞിട്ട് തേൻ കിട്ടുന്ന സമയമാകുമ്പം കോട്ടയം ആ സൈഡിൽ പാല ഏരിയയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് മാർത്താണ്ഡം അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൈഡിൽ വെക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ ആയാലും ഒരുപാട് പെട്ടികൾ നമ്മുടെ ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും അസുഖമുള്ള കോളനികൾ നമ്മുടെ കോളനികൾക്ക് അടുത്തുണ്ടെങ്കിൽ ഈ അസുഖം പകരാനുള്ള ചാൻസ് തേനീച്ച വഴിയാണോ ഈ പകരുന്നത്? തേനീച്ച വഴിയും, സാധാരണ തേനീച്ച വഴിയല്ല, കർഷകൻ തന്നെ കൈകാര്യം ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വൈറസ് രോഗം ഒരു കർഷകൻ കണ്ടാൽ മാഡം പറഞ്ഞ മാതിരി തന്നെ ആ തേനീച്ച കോളനി എന്തായാലും നശിപ്പിക്കേണ്ടി വരുമായിരിക്കും. അല്ല, തേനീച്ച കോളനി നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ തേനീച്ച കർഷകൻ ആ അസുഖം വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ കോളനീനെ രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം ഈ പ്രാരംഭ ദശയിലാണ് എങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം കോളനികളിൽ നമുക്ക് പലതരം ബൊട്ടാണിക്കൽസ് ഉപയോഗിക്കാം. ഒരിക്കലും ഞാൻ വേറെ മരുന്നുകൾ, പ്രത്യേകിച്ച് വൈറസിന് നമുക്ക് മരുന്നുകളില്ല, ഒരു ക്യൂറേറ്റീവ് ഇതില്ല, പ്രൊഫൈലാറ്റിക് ആയിട്ട് നമുക്ക് വൈറസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നേരത്തെ കണ്ടുപിടിച്ചിരുന്ന മഞ്ഞൾപ്പൊടി വളരെ എഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ അതായത് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും കടകളിൽ നിന്ന് കട്ട മഞ്ഞൾ വാങ്ങിച്ച് നമ്മൾ പൊടിച്ച് എന്നിട്ട് അത് 0.2% എന്ന തോതിൽ, അതായത് 2 ഗ്രാം 1 ലിറ്റർ എന്ന രീതിയിൽ നമ്മൾ ഈ പഞ്ചസാര പാനിയുടെ കൂടെ നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇത്തരം കൂടുകളിലും വൈറസ് രോഗം കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പലതരം ബൊട്ടാണിക്കൽസ്, അതായത് സസ്യജന്യമായിട്ടുള്ള കീടനാശിനി ആയാലും എന്തായാലും നമ്മുടെ അണുമുക്തമാക്കുന്ന ഒരുപാട് കമ്പോണൻസ് ഉണ്ട് അതിൽ. അങ്ങനെ ഒരെണ്ണമാണ് നമ്മുടെ കീഴാർ നെല്ലി എന്ന് പറയുന്നത്. ഫില്ലാന്തസ് നെറൂറി എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. അതിൻ്റെ സത്ത് ഒരു പ്രത്യേക അളവിൽ നമ്മൾ വെള്ളവുമായിട്ട് ചേർത്ത്, അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി എടുക്കുകയാണെങ്കിൽ അതിന് തുല്യമായ വെള്ളം
ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യുമോ. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ സത്തിനെ നമ്മൾ ഒരു 15 മില്ലി എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പോൾ അളക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കഫ് സിറപ്പ് വാങ്ങിക്കുന്ന അടപ്പിൽ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം 10 മില്ലിയുടെ എടുക്കുക, പിന്നെ ഒരു 5 മില്ലി കൂടെ അളന്നെടുത്തുന്ന 15 മില്ലി എടുത്തിട്ട് നമ്മുടെ ഈ തേനീച്ച കോളനിക്ക് നമുക്ക് ക്ഷാമകാലത്ത് അതേപോലെ തന്നെ അതിൻ്റെ വളർച്ചാ കാലത്തും നമ്മൾ പഞ്ചസാര പാനി കൊടുക്കും. ആ പഞ്ചസാര പാനി കൊടുക്കുന്ന ആ 2 ചിരട്ടയിലായിട്ട് ഇത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ആഴ്ച തോറും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ വൈറസ് രോഗം മാറിക്കിട്ടുന്നതാണ്. പക്ഷെ ഞാനിത് കർഷകരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവരുടെ തോന്നിയ രീതിയിലൊക്കെ അളവിലെടുത്ത് അങ്ങ് ചെയ്യുവാണ്. പക്ഷേ ഇച്ചിരി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് വൈറസ് രോഗത്തിൽ നിന്നും മുക്തി നേടാമെന്ന് അവരുടെ ആ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് കൊടുത്തു കഴിയുമ്പോൾ ആ തേനീച്ചയുടെ ആരോഗ്യം മെച്ചപ്പെടും, ഒരു പ്രതിരോധക്ഷമത കൂടും അതിന്റെ അല്ലേ. അതുപോലെ ഈ വൈറസിന്റെ അണുക്കളെ നശിപ്പിക്കുന്ന എന്തോ ഒന്ന് അതിൽ ഫിനോൾസ് അല്ലെങ്കിൽ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന അത് പ്ലാന്റിൽ ഉണ്ട്. ഒരു കോളനിയിൽ ഇങ്ങനെ വൈറസ് രോഗം ഉണ്ടെന്ന് നമ്മൾ കണ്ടാൽ ആ വൈറസ് ബാധിച്ച ആ പുഴുക്കൾ അതുങ്ങളെ നമുക്ക് സുരക്ഷിതമായിട്ട് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ടോ, അതോ ഇതേമാതിരിയൊക്കെ ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ശരിയായി വരുമോ? ആരംഭ ദിശയിൽ വരുമ്പോൾ നമുക്കത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ മൂർധന്യാവസ്ഥയിലായി കഴിഞ്ഞാൽ ടുവേഴ്സ് എൻഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ അട കംപ്ലീറ്റ് അങ്ങ് മോശം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ അടയെടുത്ത്, അതായത് ആ ചട്ടമെടുത്ത് അതിൻ്റെ അട നമ്മൾ വെട്ടി മാറ്റി നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആരംഭ ദശയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ചില കോളനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈജീൻ ബിഹേവിയർ കൂടുതലായിരിക്കും. നല്ല സ്ട്രെങ്ത് ഉള്ള കോളനി, നല്ല ക്വാളിറ്റി ഉള്ള ക്യൂനൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കോളനിയിൽ ആ വേലക്കാരി ഈച്ചകൾ തന്നെ ഇത്തരം രോഗം വന്ന പുഴുക്കളെ മനസ്സിലാക്കുകയും അവരത് അതിൽ നിന്ന് എടുത്ത് താഴത്തെ അടിപ്പലകയിൽ ഇടുകയും ചെയ്യും. അന്നേരം നമ്മൾ ഈ അടിപ്പലക വൃത്തിയാക്കി കൊടുക്കുക, സ്വയമേ ചെയ്യും. അപ്പോൾ ഹൈജീൻ ബിഹേവിയർ കൂടുതലുള്ളതിൽ കുറച്ച് അവർ തന്നെ ഈ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി ഈ വൈറസ് രോഗം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, കണ്ടാൽ നമ്മൾ ഇങ്ങനത്തെ പ്രതിവിധി ചെയ്യണം. ഇവിടെ വേറെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ മേഡം ഈ പറഞ്ഞ കിഴുകാനെല്ലി അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ കൊണ്ടുള്ള വെള്ളം, ഇത് രോഗം കാണാതെ തന്നെ നമുക്ക് ഈച്ചകൾക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലേ? തീർച്ചയായും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പ്രൊഫൈലാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തതാണ് ഇത്. ഒരു വെറുതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കൊണ്ടുവന്നതല്ല. പലതരം ഇതേ ബൊട്ടാണിക്കൽ ആൻറ്റിവൈറൽ പ്രോപ്പർട്ടിയുള്ള പ്ലാന്റ്സിനെ നമ്മൾ എടുക്കുകയും പിന്നെ അത് ഈച്ചയുടെ ഈ വൈറസ് രോഗത്തിനെതിരെ 3 പ്രാവശ്യം ട്രൈ ചെയ്യുകയും അങ്ങനെ നമ്മൾ മുൻകൂട്ടി ഇതുപോലെ അപ്ലൈ ചെയ്ത കോളനികളിൽ ഈ വൈറസ് രോഗം വരുന്നതായിട്ട് കണ്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ മഞ്ഞൾ അതുപോലെ തന്നെ. അതെ അതെ. മേഡം മറ്റൊരു രോഗം പറഞ്ഞ ബാക്ടീരിയൽ രോഗമാണ്. അതെ. അതിന്റെ ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ്? ബാക്ടീരിയൽ രോഗം നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു വീർക്കുകയും പിന്നെ അത് ശൽക്കങ്ങളായിട്ട് മാറുകയും പിന്നെ നമ്മൾ ചില സമയം നോക്കുമ്പോൾ സമാധി ദശയാകുമ്പോൾ അത് അടയത്തില്ല, പകരം ഈ പുഴു ഒരു ബോട്ട് ഷേപ്പിലിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ രോഗം വന്ന പുഴുക്കൾ ശരിക്കും അത് നമുക്കിപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആദ്യം കാണുന്ന പസ്, അങ്ങനെ അത് തന്നെയാണ് ഇവിടെയും. അത് അഴുകി ആ സെല്ലിൻ്റെ അല്ലെങ്കിൽ ആ അറയുടെ അടിയിൽ സെറ്റിൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം നല്ലൊരു പുഴുവാണെങ്കിൽ സി ഷേപ്പിലായിരിക്കും കാണുന്നത്. അതിന് പകരം ഇവിടെ അതൊരു മാസ്സായിട്ട് മാറി അത് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബാക്ടീരിയ രോഗം തന്നെ ആകണം എന്നില്ല. നല്ല ഇപ്പം അമേരിക്കൻ ഫൗൾ ബ്രൂഡ്, യൂറോപ്യൻ ഫൗൾ ബ്രൂഡ് എന്ന് പറഞ്ഞ ബാക്ടീരിയ രോഗം ഉണ്ടെങ്കിലും അതൊന്നും ഇവിടെ അങ്ങനെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഈ വൈറസിനോടനുബന്ധിച്ച് തന്നെ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയയാണ് ഈ വരുന്നത്. അപ്പോൾ അവരെയും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി, കാരണം വെളുത്തുള്ളിയിൽ സൾഫറുണ്ട്, അതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. 4 അല്ലി ചതച്ചിട്ട് ഈ പഞ്ചസാര പാനിയുടെ 2 ചിരട്ടയിലായിട്ട് അങ്ങ് കൊടുത്താൽ മതി. കീടങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ തേനീച്ച കൃഷിയെ ബാധിക്കുന്നത്? ഇപ്പം കാണുന്ന ഒരിത് മണ്ടരിയുമുണ്ട്, അതുപോലെ മെഴുകുപുഴുവും ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. മണ്ടരി എന്ന് പറയുന്നത് സാധാരണ 2 തരം മണ്ടരിയുണ്ട്. അതിൽ വറോവ എന്ന് പറയുന്ന മണ്ടരി എന്ന് പറയുന്ന നമ്മുടെ സമാധി ദശയിലുള്ള തേനീച്ചകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതേസമയം മെഴുകുപുഴുവാണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത തടി കൊണ്ടുണ്ടാക്കുന്ന പെട്ടികൾ ഇങ്ങനെ ചൂടും അതുപോലെ തന്നെ മഴയും വരുമ്പോൾ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ മെഴുകുപുഴു കാണുന്നത് സാധാരണയായിട്ട് അതിൻ്റെ നിശ ചിലപ്പം വന്ന് മുട്ടയിടുകയും ആ മെഴുകുപുഴു അതിലുണ്ടാവുകയും അവർ അട ടണൽ പോലെ തുറന്ന്
അതിൻ്റെ അകത്ത് ആ മെഴുക് മൊത്തം കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഫോമിക് ആസിഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെങ്ത് കുറവുള്ള കോളനികളാണ് പ്രത്യേകിച്ച് മെഴുക് പുഴുവിൻ്റെ ആക്രമണം കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡ് ഒരു 75-80% നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. 100% ആണെങ്കിൽ നമുക്കത് 75% ആക്കാൻ വളരെ എളുപ്പമാണ്. 75% ആക്കണമെങ്കിൽ 75 മില്ലി പിന്നെ ഫോമിക് ആസിഡും ബാക്കി വെള്ളവും ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞ് വയൽ പോലത്തെ കുപ്പികൾ, അതായത് നമ്മുടെ ഇഞ്ചക്ഷനുള്ള മരുന്നിൻ്റെ കുപ്പികളുണ്ടല്ലോ, അതിൻ്റെ ആ റബ്ബർ സ്ട്രിപ്പ് ഇത് മാറ്റിയതിന് ശേഷം ഇത്തരം കുപ്പികൾ നല്ല രീതിയിൽ കഴുകി ഉണക്കിയതിന് ശേഷം ഇത് നമ്മൾ അടിത്തട്ടിൽ ഉള്ളിലായിട്ട് വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൽ നമ്മളൊരു 5 മുതൽ 7 മില്ലി ഈ ഫോമിക് ആസിഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75% ഫോമിക് ആസിഡ് ചേർക്കുക. എന്നിട്ട് അതിലോട്ട് 2 തിരി ഇടുക. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന 2 തിരി ഇടുക. ആ തിരിയുടെ ഒരറ്റം ഫോമിക് ആസിഡ് ലായനിയിലും മറ്റേ അറ്റം പുറത്തും ഇരിക്കണം. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇതൊരു ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂമിഗൻ്റ് ആണ്. സ്ലോലി അത് മുകളിലോട്ട് ഫ്യൂംസ് മുകളിലോട്ട് വരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈച്ചയെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 1 മാസം ചെയ്യുക. ഇതിൻ്റെ ഈ ഫോമിക് ആസിഡിൻ്റെ അളവ് അതിൽ കുറയുമ്പോൾ വീണ്ടും നമ്മൾ പുതിയതായിട്ട് ചേർക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ മണ്ടരിക്കും അതുപോലെ തന്നെ മെഴുകു പുഴുവിനും നല്ലൊരു പ്രതിവിധിയാണ്. ഡോക്ടർ അമൃത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ തേനീച്ചകളെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും അതേമാതിരി കീടനാശിനി ഉപയോഗം കൊണ്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ചും താങ്കൾ നല്ലതായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി. തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും വെള്ളായണി കാർഷിക കോളേജിലെ ഡോക്ടർ അമൃത വിഎസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു. പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം. എങ്ങനെ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ. ഇനി നമുക്ക് ഇന്നത്തെ കമ്പോള വില നിലവാരം നോക്കാം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 മുതൽ 28,500 രൂപ വരെയും, കൊപ്ര 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം 1000 എണ്ണത്തിന് 22,000 മുതൽ 26,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 69,000 രൂപ വരെയും, ഗാർബിൾഡ് കുരുമുളകിന് 65,000 മുതൽ 70,800 രൂപ വരെയും വിലയുണ്ട്. ഏലം കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയാണ്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും, റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 മുതൽ 27,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. പൈനാപ്പിൾ ക്വിന്റലിന് 4,800 മുതൽ 5,500 രൂപ വരെയും, മഞ്ഞളിന് 17,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 മുതൽ 3,200 രൂപ വരെയും വില ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത്
മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇലകൊഴിച്ചിൽ, വേരുചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾ ബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം ഒന്നിന് 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകൊണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ബോർഡോ കുഴമ്പ് തയ്യാറാക്കുന്നതിന് 100 ഗ്രാം നീറ്റുകക്കയും 100 ഗ്രാം തുരിശും 1/2 ലിറ്റർ വെള്ളത്തിൽ വെവ്വേറെ കലക്കി യോജിപ്പിച്ച് ഉപയോഗിക്കുക. മഴക്കാലത്ത് പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പെന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ 2 ഗ്രാം കർസേറ്റ് M8 അല്ലെങ്കിൽ 1 മില്ലി ഇക്വേഷൻ പ്രോ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്. കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ. ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു: സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണു പരിശോധനയ്ക്കായി ഏകദേശം എത്ര ആഴത്തിൽ സാമ്പിൾ എടുക്കണം? ഉത്തരം: സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണ് പരിശോധനയ്ക്കായി ഏകദേശം 15 മുതൽ 20 സെന്റിമീറ്റർ വരെ ആഴത്തിൽ സാമ്പിൾ എടുക്കാം. മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണ് ശേഖരിക്കുന്ന രീതിയെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം. കർഷകരുടെ വളപ്രയോഗം ശാസ്ത്രീയമാക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മനസ്സിലാക്കാനും മണ്ണ് പരിശോധന വളരെ പ്രധാനമാണ്. എന്നാൽ മണ്ണ് പരിശോധനയുടെ കൃത്യത പ്രധാനമായും ശരിയായ രീതിയിൽ മണ്ണ് ശേഖരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. തെറ്റായ സ്ഥലത്തു നിന്നോ തെറ്റായ രീതിയിലോ സാമ്പിൾ എടുത്താൽ ലഭിക്കുന്ന പരിശോധനാ ഫലം യഥാർത്ഥ വയലിന്റെ സ്ഥിതി പ്രതിഫലിപ്പിക്കണം എന്നില്ല. ആദ്യം സാമ്പിൾ എടുക്കേണ്ട സ്ഥലം തിരഞ്ഞെടുക്കണം. ഒരേ സ്വഭാവമുള്ള മണ്ണും ഒരേ രീതിയിലുള്ള കൃഷിയുമുള്ള പ്രദേശത്തെ ഒരു യൂണിറ്റായി കണക്കാക്കാം. വയലിന്റെ മണ്ണിന്റെ നിറം, ഘടന, ചെരിവ്, വെള്ളക്കെട്ട്, വിളയുടെ വളർച്ച എന്നിവയിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം സാമ്പിൾ എടുക്കണം. വയലിന്റെ വരമ്പിനോട് ചേർന്ന ഭാഗം, വളക്കൂമ്പാരം ഉണ്ടായിരുന്ന സ്ഥലം, ചാണകം കൂടുതലായി കിടന്ന ഭാഗം, വെള്ളക്കെട്ടുള്ള പ്രദേശം, മരത്തിന്റെ ചുവട്ടിൽ നിഴലുള്ള ഭാഗം, കെട്ടിടത്തിനോ റോഡിനോ സമീപമുള്ള സ്ഥലം എന്നിവ സാധാരണ സാമ്പിളിൽ ഉൾപ്പെടുത്തരുത്. സാമ്പിൾ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സാധാരണയായി വിളവെടുപ്പിന് ശേഷവും അടുത്ത വിള തുടങ്ങുന്നതിന് മുൻപുമാണ്. വയലിൽ വിള നിൽക്കുന്ന സമയത്ത് സാമ്പിൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറിയതും ഏകീകൃതവുമായ ഒരു വയലിൽ 4 കോണുകളിൽ നിന്നും മധ്യഭാഗത്തു നിന്നും സാമ്പിൾ എടുക്കുന്ന രീതിയും ഉപയോഗിക്കാം. ഓരോ സ്ഥലത്തു നിന്നും എടുത്ത മണ്ണ് വൃത്തിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റിലോ പാത്രത്തിലോ ഇടുക. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് സാമ്പിളുകൾ നന്നായി കൂട്ടിക്കലർത്തി ക്വാർട്ടറിംഗ് രീതി ഉപയോഗിച്ച് ഏകദേശം 1/2 കിലോഗ്രാമായി കുറയ്ക്കുക. ഇത് തണലിൽ ഉണക്കിയ ശേഷം വൃത്തിയുള്ള സഞ്ചിയിൽ നിറച്ച് ശരിയായ രീതിയിൽ ലേബൽ ചെയ്യുക. സാമ്പിൾ സഞ്ചിയിൽ കർഷകന്റെ പേര്, സ്ഥലം, സർവേ നമ്പർ അല്ലെങ്കിൽ പ്ലോട്ട് നമ്പർ, കൃഷി ചെയ്യുന്ന വിള, സാമ്പിൾ എടുത്ത തീയതി തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തണം. ശരിയായ സ്ഥലത്തു നിന്ന് ശരിയായ ആഴത്തിൽ വൃത്തിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ശേഖരിച്ച സാമ്പിൾ മാത്രമാണ് വിശ്വസനീയമായ മണ്ണ് പരിശോധനാ ഫലം നൽകുക.
അതിനാൽ മണ്ണ് പരിശോധിക്കുന്നതിന് മുൻപ് മണ്ണിന്റെ ശരിയായ സാമ്പിൾ എടുക്കുക എന്നത് ഓരോ കർഷകനും ഓർമ്മിക്കേണ്ട പ്രധാന കാര്യമാണ്. പരിശോധനാ ഫലം ലഭിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കുമ്മായം, ജൈവവളം, രാസവളം തുടങ്ങിയവയുടെ അളവ് തീരുമാനിക്കാവൂ. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ. കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.